1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800800 ലോകസുന്ദരൻ ലോകസുന്ദരൻ ഞാനല്ലോ ഹായ് വന്നു ചേട്ടൻ വരുന്നുണ്ട്, സുനാമി വരുന്നോനെ. അതിലും വലുതാ കൊന്റെ പൊന്നു കൊച്ചാ വരുന്നേ. അതെ, ഇന്നലെ വൈകിട്ട് ചേട്ടനും ചേച്ചിയായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോ ചെറുതായിട്ടൊന്ന് അടിയായി പോയി. അപ്പൊ ഇപ്പൊ കയറി വന്ന് എന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നീ പറയണ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. എങ്ങനെ ഇല്ലെന്ന് പറയണം? ഇല്ലെന്ന് പറയണം. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ എന്റെ കട്ടയപ്പടവും മടങ്ങും കൊച്ചേ. അങ്ങനാണെങ്കിൽ എനിക്ക് 2 ഐസ്ക്രീമും പിന്നെ 3 ചോക്ലേറ്റും പിന്നെ 4 പട്ടി ബിസ്ക്കറ്റും എല്ലാം മേടിച്ചു തരാം. പോരെ, നീ മേടിച്ചു തരുമോ? മേടിച്ച് തരാടി. നീ അമ്മൂമ്മ അടുത്തും കല്യാണം അടുത്തൊന്ന് പറഞ്ഞേക്കണം കേട്ടാ. ചേട്ടാ കാലും കൂടെ കാലാത്താക്ക്. എന്താ ജസ്റ്റ് മിസ്. ജസ്റ്റ് മിസ്സാ? ഇപ്പൊ കേശവൻ അങ്ങോട്ട് ഇറങ്ങി പോയത്. പോയാ? എവിടെ പോയി? രാവിലെ എവിടെ പോണ്ടാന്നാ പറഞ്ഞേ. ഇപ്പൊ ഇങ്ങോട്ട് ഫ്രണ്ട് വിളിച്ച്, അപ്പൊ പോയി. കേസ് ഇങ്ങ തന്നെ ഇരുന്നാ എങ്ക പോനാ? അതല്ലേ ഞാൻ പറഞ്ഞേ, ജസ്റ്റ് മിസ് എന്ന്. ചേച്ചി ചേച്ചി എന്തോ ആലോചിക്കുന്നേ? ഒന്നുമില്ല. വരുന്നവരിക്ക് കേശവനെ കണ്ടില്ലേ? ஒரு வேளை அவன் இங்க இருந்து இறங்கினப்போ ஒரு ஆட்டோ கிடைச்சிருக்கும், அதுல ஏறி போயிருப்பான். மெர்லின், கேசுவ பார்க்கணும்னா கொஞ்சம் கூப்பிட்டு பாரு. ഏയ്, ഇനി ഞാൻ വിളിക്കില്ല. ഇന്നലെ രാത്രിത്തോടുകൂടി എനിക്ക് മതിയായി. നിങ്ങൾ തമ്മിൽ വഴക്കായ? വഴക്കായി. എന്തുവാ കാരണം? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. മോളെ, അമ്മൂമ്മ കടവലത്ത് പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വെളുപ്പിനെ വന്നു. അമ്മ, மெர்லின் கேசுவ பார்க்க வந்தாம்மா. ஆனா கேசு எங்கேயோ கிளம்பி போயிட்டான். അവർ രണ്ടുപേരും കൂടെ വഴക്കിട്ടൊന്നു. ആണോ? എന്താ കാര്യം? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെന്നു. അതൊന്നും അല്ല അമ്മൂമ്മ. അവന് നിസ്സാര കാര്യം മതി ഓരോ ഉടക്കുണ്ടാക്കാൻ. അവന്റെ വിചാരേ അവൻ ഈ ലോകത്തെ എല്ലാ കാര്യവും അറിയാന്ന. പിന്നെ എൻസൈക്ലോപീഡിയ ആണല്ലോ. மெர்லின் அவன் அப்படியேதான், ரொம்ப சூப்பர், அவனுக்கு எல்லாமே தெரியும். ആന്റി ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഈ വീട്ടിൽ ആന്റിയാണ് അവന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. കേശവനെ സൂപ്പറാ, അതുകൊണ്ടല്ലേ മെർലിൻ ചേച്ചി കേശവനെ തന്നെ തെരഞ്ഞെടുത്തേ. மெர்லின், நீ காலையில ஏதாவது சாப்பிட்டியா? വീട്ടിലെന്ന് അപ്പവും മട്ടൻ സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോ മട്ടൺ സ്റ്റൂവോ രാവിലെയോ? ചേച്ചിയുടെ ഒക്കെ ഒരു യോഗം. ഇവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, ഉണക്കപ്പുട്ടും കടലയും. എന്നിട്ട് ഒന്നും നോക്കിയില്ലല്ലോ, 2 കുറ്റിയാണല്ലോ ഉണക്കപ്പുട്ടും കടലയും കഴിച്ചത്. പിന്നെ വിശന്നാ കഴിക്കൂല. എന്തായാലും എനിക്ക് കനകാന്റിയുടെ കയ്യിൽ നിന്ന് ഒരു കോഫി വേണം. சூடா காஃபி நானே போட்டு தரேன், வா. പക്ഷേ നീ എന്തോ പറഞ്ഞേ? ഉണക്കപ്പുട്ടും കടലയോ? ആൾക്കാരുടെ മുമ്പ് വെച്ച് നീ നാണം കെടുത്തൂല്ല? ഇടയ്ക്കിടയ്ക്ക് മട്ടൻ കറി ഉണ്ടാക്കി തരണം. എന്താ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത്. എടാ, അതിന് നീ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഇല്ലല്ലോ അമ്മൂമ്മ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവളുടെ അടുത്ത് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നവും. അതുകൊണ്ടാ. എന്തോ പ്രശ്നം? അത് ചെറിയൊരു പ്രശ്നം. അമ്മൂമ്മ പറയരുത് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ചോദിച്ചാ പറയും. എന്തരമ്മൂമ്മ പറയല്ലേ? പറയാനും പോകുന്നില്ല, പറയാതിരിക്കാനും പോകുന്നില്ല. അത് മതി. പറയ്, നേരെ അടുക്കളയിലോട്ട് ചെല്ലി. എന്നിട്ട് അവൾ എന്തിനു പറയണമെന്നൊക്കെ ചോദിച്ചും കണ്ട് അറിയിച്ചില്ലേ? ചേട്ടനെ പറ്റി നല്ലൊന്നും പറയാൻ സാധ്യതയില്ല.
നീ പോയേ പോ ചെല്ലേ ചോരട്ടാ ചെല്ലേ അമ്മൂമ്മ പോ ചെല്ലേ. ഞാൻ ചോദിക്കുവാ നീ എന്താ പറയണം? ഒന്നും ഞാൻ ഇവിടെ ഇല്ല 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 ചെല്ല് ചെല്ല്. இப்படி இருக்கு ആന്റി എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ സെമ്മയായിരിക്കും. பாரு கேட்டியா மெர்லின் ചേച്ചി சொன்னது என்னோட காஃபி செம்மையா இருக்குன்னு. உங்களுக்கு தானே நான் சமைக்கிறது பெரிய மதிப்பே இல்லாம இருக்கு. ആര് പറഞ്ഞു മതിപ്പേ ഇല്ലാതെ ഇരിക്കുന്നു? കേശവൻ പറയുന്ന പോലെ ആന്റി ഞങ്ങളെ അന്നദാതാവല്ലേ? അല്ല യേശു അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ആ அடிக்கடி சொல்லுவான். ആന്റി ഞാനൊരു കാര്യം പറയാം. അവനെ വിശ്വസിക്കരുത്, അവൻ പറയുന്നതും വിശ്വസിക്കരുത്. അവനെ അവസരവാദി. മോളായതുകൊണ്ടാ ഞാൻ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്റെ ചെറുമോനെയാ കുറ്റം പറയുന്നത്. എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞത് കേട്ടല്ലോ. അമ്മൂമ്മേ അങ്ങനെയൊന്നും അല്ലല്ലോ ഈ വീട്ടിലെ നിയമം. ആര് തെറ്റ് ചെയ്താലും അവരുടെ മുഖത്തോക്കി പറയണമെന്നൊക്കെയല്ലേ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? കേശവൻ എന്ത് തെറ്റാ ചെയ്തേ? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. നിങ്ങളുടെ ബ്ലഡ് തന്നെയല്ലേ. அது விடு. இப்ப என்ன பிரச்சனை அது முதல்ல சொல்லு. ഷോർട്ട് ടെമ്പേർഡാ. എന്തിപ്പോ പറഞ്ഞേ? ഷോർട്ട് ടെമ്പേർഡാന്ന്. എന്ന് വെച്ചാ പെട്ടെന്ന് ദേഷ്യം വരും. ആർക്ക്? ചേച്ചിക്കാണോ? പാറോ ദേഷ്യപ്പെടാത്ത കാര്യം പറയാൻ. അവൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാ. അത് മാത്രമല്ല പറയുന്ന കാര്യം ഒന്നും കേൾക്കില്ല. ഡിഗ്രി കഴിഞ്ഞ അവൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം. കൃഷിയിലോട്ട് കയറും. പാറോ ഞാനേ ഈ പ്ലാന്റേഷനും കൃഷിയുള്ള വീട്ടിൽ നിന്ന് തന്നെ വരണേ. അവൻ ഈ കൃഷി എന്ന് പറയുന്നല്ലാണ്ട് അവന് കൃഷിയുടെ ABCD അറിഞ്ഞൂടാ. മോളെ അവന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അമ്മൂമ്മേ അറിവൊക്കെ അറിവായിട്ട് തന്നെ ഇരിക്കും. അത് വെച്ചേ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അല്ല അവൻ ഈ കൃഷിനെ പറ്റി പ്രാക്ടിക്കൽ ആയിട്ട് വല്ല നോളജ് ഉണ്ടോ? അവൻ എപ്പോഴെങ്കിലും പടവലത്തൊന്ന് അപ്പൂപ്പിനെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സഹായിക്കാന്ന് പറയാറുണ്ട്, പക്ഷെ സഹായിക്കാറില്ല. ആ അതിനെ ഞാനും പറഞ്ഞേ. അതും പോരാണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഏത് നേരം ഓട്ടം. அது நீ சொன்னது கரெக்ட். கேசுக்கு ஃப்ரெண்ட்ஸ்னா அவ்வளோ உசுறு. அவருக்கு ஏதா தேவைன்னா அப்படியே ஓடிடுவான். இப்போ நம்ம பாலு அண்ணா இருக்காருல்ல, அவரும் அப்படியே தான். അസുഖം മാറ്റാൻ പറ്റത്തില്ല. ചേച്ചി ഇന്നത്തെ കാര്യം പറ. ആന്റി അമ്മൂമ്മേ നിങ്ങൾ കേൾക്കണം. ഇന്നലെ ഞാനും മമ്മിയും കൂടെ പടമുകൾ വന്നു. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു അവനെ ഒന്ന് വിളിക്ക്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ അവനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തില്ല. എന്നിട്ട് അവൻ എപ്പോഴാ തിരിച്ചു വിളിച്ചെന്നറിയോ? 7:30 ആയപ്പോ. ചോദിച്ചപ്പോൾ പറയാ ഏതോ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയേക്കായിരുന്നു. ലാസ്റ്റ് വീട്ടിൽ ചെന്നപ്പോ മമ്മി എന്നോട് ചോദിക്കാ ഇവന് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാണല്ലോ. ഞാൻ എന്താ പറയണ്ടേ? ഉത്തരവാദിത്തം ഇല്ലെന്നങ്ങ് പറയണോ? ஆரு அம்மா மெர்லின் சொன்னது ரொம்ப கரெக்ட். இப்ப வர கேசு எத்தனை மணிக்கு தான் வீட்டுல ஏறி வரான்? 9 மணி 10 மணி. அத முதல்ல ஸ்டாப் பண்ணுங்கம்மா. അയ്യോ മമ്മിയാ, ഞാനേ എടുത്തിട്ട് വരാം. കോഫി ഞാൻ വന്നിട്ട് കുടിക്കേ. கேசு மெர்லின் கேசு ഞാൻ മെർലിനെ കണ്ട്. മെർലിൻ പറയണതും കേട്ട്. കൊനവാഞ്ചി പറയണതും ഞാൻ വൃത്തിക്ക് കേട്ടു കേട്ടോ. முழுசா கேட்டியா? മുഴുസ കേട്ടോ. ഞഞ്ഞായിരിക്കണം കൂടെ എന്നിട്ട് വെക്കണല്ലേ. நீ இங்க இருப்பேன்னு நான் எதிர்பார்க்கவே இல்லையேடா. நீ இங்க இருப்பேன்னு நான் எதிர்பார்க்கவே இல்லையே. എതിർപ്പാത്ത சொல்லியிருக்கவே மாட்டேன். ഞഞ്ഞായിരിക്കണം. കൊള്ളാം കേട്ടോ. എനിക്ക് സമയം വരും, അപ്പൊ ഞാൻ തരാം. പാറു ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയില്ലടി. അവൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സിഗ്നൽ തരണം കേട്ടോ. அம்மா உங்களுக்கு கேசு இங்க இருக்கிறது தெரியுமா? അറിയായിരുന്നു. ഞാൻ പറയാതിരുന്നതാ. അതുകൊണ്ടല്ലേ നിന്റെ മനസ്സിലിരിപ്പ് അറിയാൻ പറ്റിയത്. என்னம்மா இப்படி ஒரு பேச்சு? நான் என்ன சொன்னேன்? சீக்கிரம் வீட்டுக்கு வரணும் அவ்வளவுதானே சொன்னேன். എടാ നീ എന്തിനാടാ ഇങ്ങനെ നാണം കെട്ട് ഒളിച്ചു നിന്ന് കേൾക്കുന്നേ ആ കൊച്ചു പറയുന്നതൊക്കെ? അയ്യ അമ്മോ, അവൾ ഇതേപോലെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോളേ ഒളിച്ചെന്ന് ഞാൻ പറഞ്ഞ മൊത്തം കേട്ടോ. അതിന്റെ റിവഞ്ച്. കേശൂസ് റിവഞ്ച്. പറ. ആ മമ്മി കേക്കുണ്ട്. ആ എന്താ
ചേച്ചി ഇന്നലെ കേശവനും മെർലിൻ ചേച്ചിയായിട്ട് വഴക്കിട്ട്. എന്നിട്ട് മെർലിൻ ചേച്ചി വരുന്ന കണ്ടപ്പോ കേശവൻ എവിടെയോ കയറി ഒളിച്ചു. വിളിച്ചാ? എവിടെ വിളിച്ച്? എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ മെർലിൻ ചേച്ചി പറയുന്ന മൊത്തം എവിടെയോ ഒളിച്ചു നിന്നോണ്ട് കേക്കുവാ. വിളിച്ചിരുന്ന് കേക്കുന്ന മറ്റേ പരിപാടി. ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. ആരെങ്കിലോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കോമഡി ഉണ്ടാവില്ലല്ലോ. നമുക്ക് കോമഡി ഉണ്ടാക്കാം. ആ മമ്മി ഞാൻ വിളിക്കാം. ആ ശരി ശരി വിളിക്കാം. ആ ഓക്കെ. ഹായ്. ഹായ് ചേച്ചിപ്പത്തി. ഒരു 5 മിനിറ്റേ കാണും. കോഫി അടിച്ചോ? ഇത് നമ്മുടെ വീടല്ലേ? പിന്നെ ഇവളെന്തിനാണ് നമ്മളടുത്ത് കോഫി കുടിച്ചോന്ന് ചോദിക്കണം? കോഫി കുടിച്ചില്ല, കുടിക്കാം. അല്ല എന്ത് പറ്റി? അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയ? അവന് പിന്നെ വേറെന്താ പണി? അവന്റെ കുറ്റവും കുറവും നികത്താൻ അവൻ നമ്മുടെ മേക്കിട്ട് കയറുന്നത്. എന്റെ പൊന്നു കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ട് ചേച്ചൊരു കാര്യം പറയാം. സഹോദരങ്ങളായ ഞങ്ങൾക്ക് പോലും അവന്റെ സ്വഭാവം പിടിക്കാറില്ല. പിന്നെയാണോ പുറത്തുനിന്ന് വന്ന കൊച്ചി? സത്യം പറയാലോ ചേച്ചി, അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവനെ കൂടെ കൊണ്ട് നടക്കുന്നത്. ബെസ്റ്റ്. നീ ഞങ്ങളെ നോക്കിയത് കൊച്ചിന്റെ ജീവിതങ്ങളാ. എന്റെ കേശവനെ എല്ലാരും കൈവിട്ടാ. എങ്ങനെ കൈവിടാണ്ടിരിക്കും? അതല്ലേ നിന്റെ കേശുചേട്ടന്റെ സ്വഭാവം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവനോട് പാവം തോന്നിയിട്ടാ ഞാൻ അവനെ കൂടെ കൊണ്ട് നടക്കണേ. എങ്ങാനും കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഈ വാഴക്കല മുഴുവൻ അവൻ നടന്നു കരയും. അല്ലെങ്കിൽ ഞാൻ പണ്ടേ കളഞ്ഞിട്ട് പോയേനെ. അല്ല അവനിത് എവിടെ പോയി കിടക്കുക? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലൊക്കെ തെറ്റിത്തിരി നടക്കുന്നുണ്ടാവും. ഞാൻ ഈ ബാഗ് ഒന്ന് വെച്ചിട്ട് തരാവേ. അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് അവന് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങൽ കുറച്ച് കൂടുന്നുണ്ട്. അത് ഈടെന്നല്ല, കൊറേ നാളായിട്ടുണ്ട്. എപ്പൊ നോക്കിയാലും പുറത്താ. ബുദ്ധി വിവരൊന്നും ഉറച്ചിട്ടില്ലെന്നേ. വിട്ടുകളാ. വാ ഇച്ചിരി നേരം നമുക്ക് സംസാരിക്കാം. നീ എന്ത് സംസാരിക്കാൻ? വാ സംസാരിക്കാം. ഇപ്പൊ വേണ്ട, വേറൊരു മൂടില്ല. വാ ചേച്ചി സംസാരിക്കാം പ്ലീസ്. കുറച്ചേരം കഴിയട്ടെ. വാ ചേച്ചി പ്ലീസ്. എന്നാ വാ. അയ്യോ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇങ്ങോട്ട്. എന്നാ വാ. കേശു കേശു ഞാൻ എന്തായിരുന്നു? അവൻ അവളോടൊക്കെ അലഞ്ഞിട്ട് ഞെറപ്പുണ്ടായിരുന്നല്ലേ? പിന്നെ നീ തിണ്ടി നടക്കൂല. എടാ നീ ഇവിടെ നിന്ന് വിളിച്ചെന്ന് കേൾക്കുന്നവരെ പാറു എന്റെ അടുത്ത് വന്ന് പറഞ്ഞടാ. നിനക്ക് നാണുണ്ടോ? ഉളുപ്പുണ്ടോടാ? എനിക്ക് ഉളുപ്പുണ്ടായിരുന്നല്ലേ? അന്ന് ആ കൊച്ചി ഇതേപോലെ ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞ മൊത്തം ഒളിഞ്ഞിരുന്ന് കേട്ടപ്പോ എന്തുവായിരുന്നു എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തല്ലേ? അല്ല ചേച്ചി ഇടക്കിടക്കിടക്ക് എന്തിനാ ചേച്ചി പറയണേ? അവളെ ദേഷ്യത്തിൽ ഓരോന്ന് പറയുമ്പോഴേ ചേച്ചി നൈസിൽ എന്നെ ഒഴിച്ചങ്ങ് തള്ളുമായിരുന്നല്ലോ. എടാ എണ്ണ ഊരി ഒഴിച്ചാൽ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തോണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. തോണ്ടി എടുത്ത് എന്നെ ഞാൻ കണ്ടേട്ടാ. നീ എന്താടാ റിവെഞ്ച് ചെയ്യണം? അതെ, സ്വീറ്റ് റിവെഞ്ച്. ഇതൊരു മാതിരി ചീപ്പ് റിവെഞ്ച് ആണ്, സ്വീറ്റ് അല്ല. ഇത് എന്റെ റിവെഞ്ച് എന്താണ് കുഴപ്പം? എടാ നീ ഇപ്പൊ എന്റെ സഹോദരൻ എന്ന് പറയാൻ നാണക്കേടാ. നിന്നെ പറ്റി ആ കൊച്ചു പറഞ്ഞു കേട്ടണ്ടല്ലോ. ഇതുണ്ട് എന്റെ കയ്യിലൊന്നും തൊലിയില്ല. തൊലിയൊക്കെ ഫുൾ ഉരിഞ്ഞങ്ങ് പോയി. അത് ഞാൻ ഇപ്പൊ ഒടിച്ചങ്ങ് തരാം. ഞാൻ അടിച്ച് പറ്റിച്ചെന്നുണ്ടല്ലോ. എന്തോ എങ്ങനെ ആ കൊച്ചെന്നെ കുറച്ച് വലുതായിട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് മൊത്തം താനാണ്. ഞാനിപ്പോ മാറ്റി പറയിപ്പിക്കടാ. മെർലിനെ! മെർലിനെ! എന്താ? അതവിടെ എന്തെടുക്കുവാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനവിടെ കോഫി കുടിച്ചോണ്ടിരിക്കുന്നു. ആണോ? എന്നാ പോയി കുടിച്ചു. പോയി കുടിച്ചു. നാണോ ഉണ്ടോടാ നിനക്ക്? ആ കൊച്ചിനെ കണ്ടപ്പോ ഇറങ്ങി ഓടാൻ ഉളുപ്പുണ്ടോടാ നിനക്ക്? പണിക്ക് ഉളുപ്പുണ്ടോ? അല്ല വലാതി. എവിടെ പോയി കിടക്കണ്? നേരം അങ്ങനെയാണല്ലോ, കട്ടയ്ക്ക് കൂടണ്ടാവെന്ന് പറയുകയും ചെയ്യും. ആവശ്യമുള്ള സമയത്ത് കാണത്തില്ല കുരിപ്പ്. എവിടെ പോയി കിടക്കുമായിരുന്നടി? ഇത്ര നേരം ഇവിടെ കിടന്ന് പട്ടി വരയ്ക്കുമ്പോൾ കുറയ്ക്കണം കണ്ടില്ലേ നീ? ഞാൻ വിചാരിച്ചു ശരിക്കും പൊട്ടിയാണ്. പൊന്നുമോളെ പാറ വേണ്ടേട്ടാ. മെർലിൻ ചേച്ചി അടുക്കളയില് പോവാണെന്നാ പറയുന്നേ. പോവാണെന്ന് പറയണോ? വിടരുത്. ഈ മെർലിനെ വിളിച്ചോണ്ടിങ്ങ് വാ. ഞാൻ എന്താ ഇവിടെ വിളിച്ചിരിക്കുക? ഒളിച്ചെന്നാ കാണൂലേ?
കാണാതെ ഞാൻ നോക്കിക്കോളാം. നീ പോയി വിളിച്ചോണ്ട് അടി പൊടി. ചേട്ടനെങ്ങാനും കണ്ടു കഴിഞ്ഞാലേ ചേട്ടൻ ഏറിയിരിക്കുന്നു ഞങ്ങള് കാണണം. നീ ഇപ്പൊ പോയേ, ഏറെ നിൽക്കാതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഏറെ വിളിച്ചോണ്ട് അടി പൊടി. അവള് ഒന്നിനു മുമ്പ് കൂടെ നിക്കാന്ന് പറയുന്ന എല്ലാം കിടന്ന് മണ്ടൻ ടീമുകളായി പോയല്ലേ. വായിച്ചി വാ, എങ്ങോട്ടാ? ഇങ്ങോട്ട് വാ, പറയാം. ഞാൻ വീട്ടിൽ പോട്ടെ പാറു. വായിച്ചി ഇവിടെ ഇരുന്നേ, ഇരി. എന്താ വീട്ടിൽ പോട്ടെ, സമയായി. അതൊക്കെ പോവാം. എന്താ അതെന്തൊരു ഏർപ്പാട് ചേച്ചി? ഇപ്പൊ കേശവണ്ണ ഉണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. കേശവണ്ണ ഇല്ലെങ്കിൽ പോണം പോണം പോണം. അത് കൊച്ചു പറഞ്ഞ കറക്റ്റ് കേട്ടോ. കേശു ഇവിടെ ഉണ്ടെങ്കിൽ മെർലിൻ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കും. ഒന്ന് പോയി ചേട്ടന്. ഇന്നിപ്പോ അവൻ വന്നതിന് മുന്നേ എനിക്ക് പോണം. ഇന്ന് അവനെ കണ്ടാ ശരിയാവൂല, അതുകൊണ്ടാ. മെർലിൻ ചേച്ചി കനയന്റെ സ്നാക്ക് ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്, അതും കൂടെ തിന്നിട്ട് പോവാം. മെർലിനെ, കേശു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ നല്ലവനാ. സ്നേഹിച്ചാണ്. ആ സ്നേഹത്തിൽ പിന്നെ അവൻ വെള്ളം ചേർക്കുന്ന പരിപാടി ഒന്നും. നിങ്ങൾ അവനെ ഇങ്ങനെ തലയിൽ വെച്ചോണ്ട് നടന്നോ? സത്യം പറഞ്ഞാലില്ലേ, നിങ്ങൾ എല്ലാരും കൂടിയാ അവനെ ഒന്നിനും കൊള്ളാത്തവനാക്കിയത്. മെർലിനെ ചുമ്മാ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറയും. എന്റെ ചേച്ചി, അവൻ ഇക്കണക്കിന് പോയാൽ ഏത് അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്നു ഞാൻ പറയട്ടെ. പറ. ഒരു 35 വയസ്സ്. ഒരു 35 വയസ്സാകുമ്പോ ഏതെങ്കിലും ഒരു കടവരാന്തയുടെ ഫ്രണ്ടില് ഒരു കട്ടൻ ചായയും കുടിച്ച് കാലാവസ്ഥ വ്യതിയാനവും അന്തരീക്ഷത്തിലെ മാറ്റവും നാട്ടുകാരുടെ കുറ്റമൊക്കെ അന്വേഷിച്ച് അങ്ങനെ ജീവിക്കും. അല്ലെങ്കിൽ പടവലത്ത് പോയിട്ട് വല്ല ചക്കയോ മാങ്ങയോ തേങ്ങയോ ഒക്കെ വിറ്റ് അതിന്റെ പൈസ വെച്ചൊക്കെ ജീവിക്കും. മോളെ അങ്ങനൊന്നും പറയല്ലേ. അവനെ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാ. ഇങ്ങനെ അടിച്ചു താഴ്ത്തി സംസാരിക്കരുത് കേട്ടോ. എന്റെ അമ്മൂമ്മയ്ക്ക് അവനെ പറ്റിയുള്ളത് എനിക്കും ഉണ്ട് ടെൻഷൻ. ഈ വീട്ടിലൊരു അംഗത്തെ പോലെ എന്നെ കാണണം എന്ന് പറഞ്ഞത് വെറുതെ ആണോ? അതല്ല. അല്ലല്ലോ. അല്ല. ആ, അപ്പൊ അവനെ നന്നാക്കാൻ ഞാനും നോക്കും. എന്തെങ്കിലും കാണിച്ചൊന്ന് നന്നാക്കി എടുത്ത് തന്നാ മതി. തെറ്റി ഏത് ദിശയിലോട്ടാ പോണേന്ന് അവന് തന്നെ അറിയാൻ പാടില്ല. ലച്ചു, നീ ഒന്നും വേണ്ടായിരുന്നേ. ഇപ്പൊ ഞാൻ പറയുന്നതാ കുറ്റം. എന്റെ അമ്മൂമ്മ അവനെ പറ്റി നല്ലത് പറയാൻ ഒരു കാരണം പോലും ആ കൊച്ചിനില്ല. ഫുൾ നെഗറ്റീവ് ആണ് പറയണത്. ஐயோ மெர்லின், உனக்கு டென்ஷன் ஆக வேண்டாம். கேசு வந்து ரொம்ப தெளிவானவன். அவனுக்கு தெரியும் ஏது நல்ல வழி ஏது கெட்ட வழின்னு. ആ വഴി പോയി കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും കടത്തിന്റെ മുമ്പിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുന്നതാണ് ഈ കൊച്ചു പറഞ്ഞത്. ചേച്ചി ചുമ്മാ ഇടിച്ചെടുത്ത് സംസാരിക്കല്ലേ. ഓ, ഇപ്പൊ ചേച്ചി പറയുന്നതാണ് കുറ്റം. லெச்சு, இந்த மாதிரி பேசாத. என்னோட வாழ்க்கையில நான் எவ்வளையோ பையன்மார நான் பார்த்திருக்கேன். கேசுவ மாதிரி தெளிவான ஒரு பையன் இந்த உலகத்திலே இல்ல. அவ்வளவு சூப்பர் அவன். അങ്ങനെ കുറച്ച് കൊടുക്കാനേ. മെർലിനെ ചുമ്മാ വലപ്പുണ്ടാക്കില്ലേ. മെർലിനെ ചുമ്മാ വഴക്കുണ്ടാക്കി പോലെട്ടാ. മോളെ പോവല്ലേ. ചേച്ചി ഞാൻ പോവാ. നിക്ക് മോളെ. എന്റെ മെർലിനെ, ഇതൊക്കെ വീട്ടിൽ ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ പോലെ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കണേ? മുമ്പ് ഒരിക്കൽ ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ മെർലിനും ഒളിച്ചിരുന്ന് കേട്ടിട്ടില്ലേ? അന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ? ഇല്ലേ? അതേപോലെ ഇത് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിലോ? ഇപ്പോഴല്ലേ ചിലവരുടെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാവണത്. കൊള്ളാം. എങ്ങനെയായാലും അറിഞ്ഞത് നല്ലത് തന്നെ. പാറു, നീയാണ് ഇതിന്റെ പ്രധാന കണ്ണെന്ന് എനിക്ക് അറിയാട്ടോ. അയ്യോ, ഞാൻ ചേട്ടൻ്റെ കൂടെ ഒന്ന് കൂട്ടുകൂടി തന്നെ ഉള്ളു. അയ്യോ, കൂട്ടുകൂടിയെന്നേ ഉള്ളൂ. എന്നെ നോക്കി ദയിപ്പിക്കണ എന്തിനാ? ഈ കൊച്ചും പറഞ്ഞതേ അവനും പറഞ്ഞു അവനിവിടെയുള്ള കാര്യം പറയരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ മെർലിന്റെ അടുത്ത് ഒന്നും പറയാതിരുന്നത്. എന്റെ മോളെ, ഞാനും പറയാതിരുന്നേ അതുകൊണ്ടാ. ഇവര് രണ്ടുപേരും എന്നോട് പറഞ്ഞു ഇവനോടുള്ള കാര്യം പറയരുതെന്ന്. மெர்லின், எனக்கு வழியில வச்சுதான் தெரிஞ்சது இவன் இங்க இருக்கிறது. വഴിയില്ല. அது வந்து இதெல்லாம் நடந்துட்டு பகுதியில வச்சுட்டு. ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കേണ്ട കാര്യമുണ്ടോ? സിമ്പിൾ കേസല്ലേ, നിസാര കേസല്ലേ, വിട്ടൂടെ? നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങൾ തമ്മിൽ തീർക്കണം. ഞങ്ങളെ എന്തിനാ വലിച്ചൊഴിക്കുന്നേ? ആഹാ, പറയുന്ന കേട്ടപ്പോ നീ അവന്റെ മൂത്താന്ന് തോന്നുന്നല്ലോ. യശോടൻ പറയുന്നത് കറക്റ്റാ. എന്ത്? മെർലിൻ ചേച്ചിയുടെ കൂടെ കൂട്ടുകൂടുകാരെല്ലാം സഹിച്ചാ നിക്കുന്നേന്ന്. എപ്പോഴോ ഏതോ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഇപ്പൊ എടുത്ത് വെച്ച് അടിക്കല്ലേ. വേണ്ടേട്ടാ, അത് ഞാൻ അപ്പം പറഞ്ഞു, അപ്പൊ കഴിഞ്ഞു പോയി. നീ വിഷയത്തിലോട്ട് വാ. ഇപ്പോഴത്തെ വിഷയം ചർച്ച ചെയ്. എടാ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിച്ചാണ്ടല്ല, രണ്ടിനും കിട്ടും. പറയാം, ഞാൻ ഷോ കാണിക്കും. അയ്യടാ, എവള് പറഞ്ഞു എന്നെ അങ്ങ് ഇരുത്തി. ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ ചായക്കടയുടെ കൊണ്ടിരുന്ന് ചായ കുടിച്ചോണ്ട് കാലാവസ്ഥ വ്യതിയാനം പറയല്ലേ. ഈ മഴ എപ്പോ വരുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴാണ് ഇവള്
കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ? അതെ 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 ഞാൻ ഈ കണ്ട മലയും കാടും പിന്നെ പാവം പിടിച്ചവന്മാരുടെ സ്ഥലം മൊത്തം വെട്ടിപ്പിടിച്ച് അവിടെ കൃഷി ഇറക്കണ കുടുംബത്തിലല്ല കേട്ടാ. കേശോ വെറുതെ എന്റെ അപ്പന്മാരെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ നിന്റെ അപ്പാപ്പന്മാരെയല്ല പറഞ്ഞത്, അപ്പാപ്പന്റെ അപ്പാപ്പനെയാണ് ഞാൻ പറഞ്ഞത്. അല്ല പിന്നെ സമ്മതിച്ചു, നീ വലിയ സാമർത്ഥ്യക്കാരി തന്നെ, നിനക്കെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ നിന്റെ ഡാഡി ഗോമസ് വിൻസെന്റ് ഇല്ലെങ്കിൽ വിൻസെന്റ് ഗോമസ്. ഓഹോ അപ്പൊ പേരൊക്കെ പഠിച്ചല്ലേ? നിന്റെ ഡാഡി വിൻസെന്റ് ഗോമസ് ഇല്ലെങ്കിൽ ആ ഡാഡി ഇല്ലെങ്കിൽ നീ വെറും ബോഡി ആവണേ, ബോഡി പട്ടപൂജ്യം. എങ്ങനെ പട്ടപൂജ്യം? പക്ഷേ കേശുവിനെ ഇവിടെ ഇറക്കി വിട്ടാൽ കേശു കൂലിപ്പണി ജീവിക്കും, കൂലിപ്പണി. കടവരാന്തേ കിടക്കുമെന്ന് ഉറപ്പായി. ഒരു തൂക്കെടുത്ത് ചവിട്ടിയുണ്ടല്ലോ, നേരെ പോയി പാറമടയില് തവളയുടെ വണ്ണാക്കി കിടക്കും. അല്ല പിന്നെ അവള് ഒരിപ്പ് ഫ്ലോ അങ്ങ് കളഞ്ഞു. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയേ? കടവരാന്ത. കടവരാന്തേ കിടക്കും. അതേപോലെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നീ എന്നാ ചെയ്യും പെണ്ണേ? എന്നാ പണി അറിയാം നിനക്ക് തൊഴിലുറപ്പിനെങ്കിലും പോകാൻ പറ്റുമോ? തൊഴിലുറപ്പിനെ ഡ്രസ്സ് ഇട്ടോണ്ട് വന്ന് നിന്നാ പോരാ, എന്റെ മുകളിൽ ഷർട്ട് ഇട്ടോണ്ട്. പണി അറിയണം, പണി അറിഞ്ഞാലേ തൊഴിലുറപ്പ് പണി ചെയ്യാൻ പറ്റൂ കേട്ടാ. ഞാൻ പണിയെടുത്ത് ജീവിക്കും, പണിയെടുത്ത്. നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി, കോടീശ്വരനാ മോളെ, കോടീശ്വരന്റെ മോളെ. ചേച്ചി അമ്മൂമ്മ അവൻ പറഞ്ഞ കേട്ടോ. കേശു എടാ നീ ഫുഡ് കഴിച്ചായിരുന്നോ? എനിക്ക് വേണ്ട. എടാ അത് വിടടാ. അന്നൊരു ദിവസം ഞാനിവിടെ ഇല്ലാന്ന് വിചാരിച്ച് നീ എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു. ഇന്ന് നീ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഈക്വലായില്ലേ? അതെ മമ്മിക്ക് നിന്നൊന്ന് കാണണം പറഞ്ഞു. എനിക്കാരെയും കാണണ്ട. ഗോൾഡ് പാലസ് ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് പാലസ് ഫുഡ് കഴിക്കാൻ. ആ അമ്മി ഇറങ്ങിയ ഇറങ്ങുമ്പോ വിളിക്കാന്ന് പറഞ്ഞ. പോയാലോ? കിടിലം ഫുഡാ. കേട്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല. ഇപ്പൊ കഴിക്കാനോ? പോവാം. ഗോൾഡ് പാലസ് ഹോട്ടൽ വലിയ ഹോട്ടലല്ലേ? 5 സ്റ്റാർ ഹോട്ടൽ. പോയാലേ? രണ്ടുപേരും അങ്ങ് പോയിട്ട് സണ്ട പോടക്കൂടാது. എന്ത് സണ്ടാ? അതെ നിങ്ങൾ ഇടയിൽ കയറുമ്പോ മാത്രമേ ഞങ്ങളുടെ ഇടയിൽ വഴക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കുഴപ്പമില്ല. അത് മെർലിൻ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടാ. സത്യം പറഞ്ഞ മെർലിനെ നമ്മൾ ഒത്തു പോണത് നിങ്ങൾക്ക് കണ്ണി പിടിക്കൂലെന്ന് തോന്നുന്നു കേട്ടാ. അതെനിക്ക് പണ്ടേ അറിയാടാ. നോക്കണം നോട്ടം നോക്കാം അതിന്റെ ഒക്കെ. ഡ്രസ് മതി മതി, നമ്മൾ മാച്ചിങ് അല്ലേ? ഓ ശരിയാണല്ലോ, പറഞ്ഞപ്പോഴാട്ടോ ഞാൻ നോക്കണേ. ഷർട്ട് നല്ല ഡ്രസ്. താങ്ക് യു. കൂടെ വരട്ടെ എന്ന് ചോദിക്കാനാണെങ്കിൽ പൊന്നുമക്കളെ വേണ്ട, വരണ്ട. അവിടെ ചെന്നിട്ട് വല്ല പൊട്ടോ പൊടിയോ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. 5 സ്റ്റാർ ഹോട്ടല് നീ അവിടെ കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും ആയിട്ടില്ല കേട്ടാ. പോട്ടെ. അവന്റെ കള്ളത്തരത്തിന് കൂട്ടുന്ന നമ്മളിപ്പോ ആരായി? അതെ.